പക്ഷേ അവളുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് പുറത്തുനിന്നും അനിയത്തിമാരുടെ ശബ്ദം കേട്ടു. പട്ടിണി കൊണ്ടും ആദി കൊണ്ടും അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. മീനു പതുക്കെ മുറിയിലേക്ക് കടന്നു വന്നു. അമ്മയും അച്ഛനും ഞെട്ടലോടെ അവളെ നോക്കി. കണ്ണുനീർ തുടച്ചുകൊണ്ട് ഉറച്ച സ്വരത്തിൽ അവരോട് പറഞ്ഞു, അമ്മേ, അച്ഛാ, വിഷമിക്കേണ്ട. ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്. മോളെ, നീ എന്തായി പറയുന്നത്? നീ ആലോചിച്ചു തന്നെയാണോ അവൻ്റെ അവസ്ഥ? മീനു അമ്മയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, എനിക്കറിയാം അമ്മേ, പക്ഷേ എനിക്ക് വേറെ വഴിയില്ല. എൻ്റെ അച്ഛൻ ചികിത്സ കിട്ടാതെ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. എൻ്റെ അനിയത്തിമാർ പട്ടിണി കിടന്ന് പഠനം നിർത്തുന്നത് എനിക്ക് കാണണ്ട. എൻ്റെ ജീവിതം കൊണ്ടാണല്ലോ ഇവരൊക്കെ രക്ഷപ്പെടുന്നത്. എനിക്ക് ഈ ബന്ധം മതിയമ്മേ. മീനു അച്ഛൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അച്ഛൻ മകളുടെ കൈകളിൽ അമർത്തി പിടിച്ചു കരഞ്ഞു. അനിയത്തിമാരെ ചേർത്ത് പിടിക്കുമ്പോൾ മീനുവിൻ്റെ മുഖത്ത് ഒരു മരവിപ്പായിരുന്നു. സ്വന്തം സ്വപ്നങ്ങൾ ഹോമിച്ചുകൊണ്ട് കുടുംബത്തെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു മകളുടെ മരവിപ്പ്. ആ രാത്രി ആ വീട്ടിൽ ആരും ഉറങ്ങിയില്ല. ഒരു വലിയ കൊട്ടാരത്തിലേക്ക് മീനു പടികയറാൻ പോകുന്നത് സന്തോഷത്തോടെയല്ല, മറിച്ച് തൻ്റെ കുടുംബത്തിനു വേണ്ടിയുള്ള ഒരു വലിയ ബലിദാനമാണ്. പണത്തിൻ്റെ തിളക്കത്തേക്കാൾ യദുവിൻ്റെ ആ ചുവന്ന കണ്ണുകളായിരുന്നു അവളുടെ ഉറക്കം കെടുത്തിയത്. അങ്ങനെ ആ ദിവസം വന്നെത്തി. അന്ന് മീനുവിൻ്റെയും യദുവിൻ്റെയും വിവാഹമാണ്. അടുത്തുള്ള ചെറിയൊരു അമ്പലത്തിൻ്റെ നടയിൽ വെച്ചായിരുന്നു വിവാഹം. വലിയ ആൾക്കൂട്ടമോ പാട്ടോ ബഹളമോ ഒന്നുമില്ല. പച്ച പട്ടുസാരിയിൽ തളർന്നിരിക്കുന്ന മീനു. അവളുടെ മുഖത്ത് ഒരു വധുവിൻ്റെ പ്രകാശമില്ല. പകരം വരാനിരിക്കുന്ന വിധിയെ ഓർത്തുള്ള ആകുലതകൾ മാത്രം. 1000 സ്വപ്നങ്ങൾ കൊണ്ട് നടക്കേണ്ട കല്യാണ പന്തലിലേക്ക് മീനു നടന്നു കയറിയത് ഒരു ബലിച്ചോറുമായാണ്. തൻ്റെ അച്ഛൻ്റെ ജീവനും അനിയത്തിമാരുടെ ഭാവിയും ആ താലിനൂലിൽ തൂങ്ങിക്കിടക്കുകയാണെന്ന് അവൾക്കറിയാമായിരുന്നു. ചുറ്റും നിൽക്കുന്നവരുടെ മുഖത്ത് സന്തോഷത്തിന് പകരം സഹതാപവും പരിഹാസവും നിഴലിച്ചു. യദു ഒരു വെള്ള മുണ്ടും ഷർട്ടും ധരിച്ചു നിന്നു. അവൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവുമില്ല. പക്ഷേ താലി കെട്ടാൻ കൈകൾ ഉയർത്തിയപ്പോൾ അവൻ്റെ കണ്ണുകൾ മീനുവിൻ്റെ കണ്ണുകളിൽ തറച്ചു. ദൈവമേ, അതേ നോട്ടം! അന്ന് ആ വലിയ വീട്ടിൽ വെച്ച് ചായക്കപ്പ് എറിഞ്ഞപ്പോൾ എന്നെ നോക്കിയ അതേ തീഷ്ണത. ഈ കണ്ണുകളിൽ ഭ്രാന്താണോ അതോ എന്നോട് പറയാൻ വെച്ച എന്തെങ്കിലും സങ്കടമാണോ? എന്തായിരിക്കും എൻ്റെ ജീവിതം? അടിമയെപ്പോലെ ആ വലിയ കൊട്ടാരത്തിൽ ഒടുങ്ങാനാണോ എൻ്റെ വിധി? യദു താലി കെട്ടുമ്പോൾ മീനു കണ്ണുകൾ മുറുകെ അടച്ചു. ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. ചുറ്റും നിൽക്കുന്നവരുടെ അടക്കം പറച്ചിലുകൾ അപ്പോൾ ഉയർന്നു കേട്ടു. കണ്ടില്ലേ, പണത്തിനു വേണ്ടി സ്വന്തം മോളെ ആ ഭ്രാന്തന്റെ കൈപിടിച്ചു കൊടുത്തത്. ആ പാവം പെണ്ണിന്റെ ജീവിതം തീർന്നില്ലേ? ദേവിക്കും ദാമോദരനും പണം കിട്ടിയാൽ മതി. അതിനുവേണ്ടി മോളെ ആ തീയിലേക്ക് എറിഞ്ഞു കൊടുത്തു. കഷ്ടം തന്നെ. കാശിന്റെ തിളക്കം കണ്ടപ്പോൾ മറ്റൊന്നും നോക്കിയില്ല. ഇനി ആ ഭ്രാന്തന്റെ തല്ലും കൊണ്ട് അവൾ അവിടെ കിടന്നോളും. ഈ വാക്കുകൾ കേട്ട് ദേവിയമ്മ മുഖം പൊത്തി കരഞ്ഞു. ദാമോദരൻ ദൂരെ ഒരു കസേരയിൽ നിസ്സഹായനായി തല താഴ്ത്തിയിരുന്നു. മീനു ആരെയും നോക്കിയില്ല. തന്നെ കുറ്റപ്പെടുത്തുന്നവർക്ക് തൻ്റെ വീടിൻ്റെ പട്ടിണി അറിയില്ലല്ലോ എന്ന് അവൾ ഓർത്തു. താലികെട്ട് കഴിഞ്ഞു. മീനു ഇപ്പോൾ മഹാലക്ഷ്മി നിലയത്തിലെ വലിയ മരുമകളാണ്. പക്ഷേ തൻ്റെ ഭർത്താവായി കൺമുന്നിൽ നിൽക്കുന്ന ഈ യുവാവ് തനിക്കൊരു കൂട്ടിനുണ്ടാകുമോ അതോ ഭയത്തിൻ്റെ നിഴലായി മാറുമോ എന്ന് അവൾക്കറിയില്ലായിരുന്നു. മടങ്ങാൻ നേരത്ത് അമ്മയെ കെട്ടിപ്പിടിച്ചപ്പോൾ മീനുവിൻ്റെ ഉള്ളിൽ ഒരു വലിയ ശൂന്യതയായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ മീനു യദുവിൻ്റെ മുറിയുടെ വാതിൽക്കൽ നിന്നു. അകത്ത് മങ്ങിയ വെളിച്ചം മാത്രം. ഹൃദയമിടിപ്പോടെ അവൾ പതുക്കെ അകത്തേക്ക് കാലെടുത്തു വെച്ചു. അവിടെ ഒരു കസേരയിൽ യദു ഇരിക്കുകയായിരുന്നു. അവൻ്റെ കൈകളിൽ ആ പഴയ വയലിൻ ഇരിക്കുന്നുണ്ട്. അവൻ അതിലേക്ക് തന്നെ നോക്കി എന്തോ ആലോചനയിലാണ്. ഭയവും പരിഭ്രമവും കൊണ്ട് മീനുവിൻ്റെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. തൻ്റെ അമ്മയുടെ നെറ്റിപ്പൊളിച്ച ആ കൈകളിൽ ഇപ്പോൾ ഒരു വയലിൻ ഇരിക്കുന്നു. അവൾ അകത്തേക്ക് വന്നതറിഞ്ഞപ്പോൾ യദു പതിയെ ആ വയലിൻ മേശപ്പുറത്തേക്ക് വെച്ചു. അവൻ്റെ കണ്ണുകളിൽ ആ പഴയ ക്രോധമില്ലായിരുന്നു, മറിച്ച് ഒരുതരം ശൂന്യതയായിരുന്നു. മീനു അല്പം അകലം പാലിച്ചു നിന്നു. മൗനം ഭേദിക്കാൻ വേണ്ടി അവൾ പതുക്കെ സംസാരിച്ചു തുടങ്ങി. വയലിൻ വായിക്കാൻ അറിയുമോ? ഇതിഷ്ടമാണോ? യദു അവളുടെ ചോദ്യത്തിന് മറുപടി നൽകിയില്ല. പകരം അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മീനുവിൻ്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. ആ നോട്ടം ഒരു ചോദ്യശരമായിരുന്നു. അവൻ ഗൗരവത്തോടെ ചോദിച്ചു, നിന്റെ ഇഷ്ടത്തോടെയാണോ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? മീനു ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിന്നു. സത്യം പറഞ്ഞാൽ അത് തൻ്റെ ഇഷ്ടമല്ല, തൻ്റെ കുടുംബത്തിൻ്റെ വിശപ്പാണെന്ന് പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ മൗനം യദുവിന് മറുപടിയായി മാറി. അവൻ പുച്ഛത്തോടെ ചിരിച്ചു. എനിക്കറിയാം, എൻ്റെ വീട്ടുകാർ നിനക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടാകും. പണം, വീട്, നിന്റെ കുടുംബത്തിൻ്റെ സുരക്ഷ.
അതൊക്കെ കണ്ടിട്ടാവുമല്ലോ നീ ഈ നരകത്തിലേക്ക് വരാൻ തയ്യാറായത്. നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോകാം. ഞാൻ നിന്നെ തടയില്ല. ഈ താലിയോ ബന്ധമോ ഒന്നും വിഷയമല്ല. മീനു തലയുയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ പേടിയല്ല, പകരം ഉറച്ച ഒരു തീരുമാനമായിരുന്നു. ഇല്ല, ഇനി ഒരു തിരിച്ചുപോക്കില്ല. എൻ്റെ അച്ഛൻ്റെ ജീവനും അനിയത്തിമാരുടെ പഠനവും ഒക്കെ ഇനി ഈ വീടിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് ഇവിടം വിട്ടുപോകാൻ എനിക്ക് കഴിയില്ല. അവളുടെ ആ ഉറച്ച മറുപടിയിൽ യദുവിന് കൂടുതലൊന്നും പറയാനുണ്ടായിരുന്നില്ല. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലായി നിന്നു. ആ വലിയ മുറിയിൽ ഒരു വശത്ത് ദാരിദ്ര്യത്തിൻ്റെ ഭാരവും മറുവശത്ത് മാനസികമായ മുറിവുകളും തമ്മിലുള്ള യുദ്ധമായിരുന്നു. യദു തളർച്ചയോടെ അവളോട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയായിരിക്കും. കല്യാണത്തിൻ്റെ തിരക്കിൽ നീ ഒരുപാട് ക്ഷീണിച്ചു കാണും. കിടന്നുറങ്ങിക്കോളൂ. യദു കട്ടിലിൻ്റെ ഒരറ്റത്തും മീനു മറ്റേ അറ്റത്തുമായി കിടന്നു. വിളക്കണഞ്ഞെങ്കിലും അവർക്കിടയിലെ അപരിചിതത്വം ഒരു വലിയ മതിൽ പോലെ അവിടെ നിലനിന്നു. വലിയ ജനാലയിലൂടെ സൂര്യപ്രകാശം മുറിയിലേക്ക് അടിച്ചു കയറി. കനത്ത തിരശീലകൾക്കിടയിലൂടെ വരുന്ന വെളിച്ചം മീനുവിൻ്റെ മുഖത്തു പതിച്ചു. അവൾ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. ചുറ്റുമുള്ള ആഡംബരങ്ങൾ കണ്ട് ഒരു നിമിഷം താൻ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. വർഷങ്ങളായി തഴപ്പായിൽ കിടന്നുറങ്ങിയ മീനുവിന് ആ വലിയ മെത്തയിലെ ഉറക്കം ഒരു സ്വപ്നം പോലെ തോന്നി. പക്ഷേ കൺമുന്നിലെ ആ വലിയ മുറിയും ഭിത്തിയിലെ വലിയ ചിത്രങ്ങളും താൻ വന്നകപ്പെട്ട പുതിയ ലോകത്തെക്കുറിച്ച് അവളെ ഓർമ്മിപ്പിച്ചു. പെട്ടെന്ന് അവളുടെ നോട്ടം കട്ടിലിന്റെ മറുഭാഗത്തേക്ക് നീണ്ടു. യദു അവിടെയില്ല. കട്ടിലിലെ വിരികൾ അലങ്കോലമായി കിടക്കുന്നു. മീനു പരിഭ്രമത്തോടെ എഴുന്നേറ്റു. അപ്പോഴാണ് ജനാലകൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന യദുവിനെ അവൾ ശ്രദ്ധിക്കുന്നത്. അവൻ ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്. മീനു പതുക്കെ എഴുന്നേറ്റ് അരികിലേക്ക് ചെന്നു. എപ്പോഴാ എഴുന്നേറ്റത്? എന്തേ എന്നെ വിളിക്കാഞ്ഞത്? യദു ഒന്നും മിണ്ടിയില്ല. അവൻ പതുക്കെ തിരിഞ്ഞ് അവളെ നോക്കി. രാത്രിയിലെ ആ ദേഷ്യമോ പരിഹാസമോ ആ കണ്ണുകളിൽ ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. പകരം ഒരുതരം മരവിപ്പ് മാത്രം. യദു ഗൗരവത്തോടെ പറഞ്ഞു, എനിക്ക് ഉറക്കം കുറവാ. നീ താഴേക്ക് ചെന്നോളൂ, അമ്മ അവിടെ കാണും. പിന്നെ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതൊന്നും നീ ഗൗരവമായി എടുക്കണ്ട. അവൻ അത്രയും പറഞ്ഞ് ബാത്റൂമിലേക്ക് നടന്നു. മീനുവിന് അത്ഭുതം തോന്നി. രാത്രി കണ്ട ആളല്ല ഇതെന്ന് അവൾ സംശയിച്ചു. അവൾ വേഗം കുളിച്ച് വസ്ത്രം മാറി താഴേക്ക് ചെന്നു. താഴെ യശോദാമ്മ അടുക്കളയിൽ പണികളിലായിരുന്നു. മരുമകളായി പടികയറി വന്ന മീനുവിനെ കണ്ടതും അവരുടെ മുഖത്ത് ഒരു വലിയ ആശ്വാസം നിഴലിച്ചു. ഒരമ്മയുടെ വാത്സല്യത്തോടെ അവർ അവളെ അരികിലേക്ക് വിളിച്ചു. മോൾ എഴുന്നേറ്റോ? യദു എന്തെങ്കിലും പറഞ്ഞോ? അവൻ രാത്രി ശല്യം ചെയ്തോ മോളെ? ഇല്ലമ്മേ, എന്നോട് ഒന്നും സംസാരിക്കാനില്ലെന്ന് തോന്നുന്നു. മീനു ചെറിയ മടിയോടെ അമ്മയോട് ചോദിച്ചു. അമ്മേ, അച്ഛൻ്റെ സർജറിയുടെ കാര്യം? ഇത് കേട്ട് യശോദാമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഇന്ന് രാവിലെ തന്നെ മാധവനെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. പണമെല്ലാം അവിടെ എത്തിച്ചു കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം നിന്റെ അച്ഛൻ്റെ ഓപ്പറേഷൻ നടക്കും. നിന്റെ അനിയത്തിയുടെ ഫീസും അടയ്ക്കാം ഇന്ന്. മീനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ ജീവിതം ഇത്രയും വലിയൊരു വിലയ്ക്ക് വിറ്റത് വെറുതെ ആയില്ലല്ലോ എന്ന ആശ്വാസം അവളുടെ മുഖത്ത് തെളിഞ്ഞു. അവൾ പതുക്കെ അടുക്കളയിലെ ജോലികളിൽ യശോദാമ്മയെ സഹായിക്കാൻ തുടങ്ങി. ആ വലിയ വീട്ടിലെ ജോലികൾ മീനുവിന് അപരിചിതമായിരുന്നില്ല. പക്ഷേ ഒരു ജോലിക്കാരിയായിട്ടല്ല, ആ വീടിൻ്റെ മരുമകളായി ആ പണികൾ ചെയ്യുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഭാരം തോന്നി. യദുവിൻ്റെ ആ മൗനം എപ്പോഴാണ് ഒരു കൊടുങ്കാറ്റായി മാറുന്നതെന്ന പേടി അവളുടെ ഉള്ളിൽ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. യദു മുറിയിലില്ലായിരുന്ന സമയം മീനു മേശപ്പുറത്തിരിക്കുന്ന ആ പഴയ വയലിൻ അവൾ എടുത്തു. അത് അല്പം പൊടി പിടിച്ചിരുന്നു. അത് വൃത്തിയാക്കാമെന്ന് കരുതി അവൾ പതിയെ അതിൽ തൊട്ടു. പെട്ടെന്നാണ് യദു മുറിയിലേക്ക് കടന്നു വന്നത്. അത് കണ്ടതും യദുവിൻ്റെ മുഖം പെട്ടെന്ന് മാറി. ശാന്തമായിരുന്ന ആ കണ്ണുകളിൽ ഭ്രാന്തമായ ഒരു വെളിച്ചം പടർന്നു. അവൻ പല്ലുകൾ കടിച്ചു പിടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. തൻ്റെ നേരെ അയാൾ പാഞ്ഞെടുക്കുമോ, അമ്മയെ ഉപദ്രവിച്ചതുപോലെ തന്നെയും തല്ലുമോ എന്ന് മീനു ഭയപ്പെട്ടു. തുടരുത്, എൻ്റെ അനുവാദമില്ലാതെ ഇതിൽ കൈവെക്കരുത്, ഇറങ്ങിപ്പോയി വിടുന്ന്. മീനു പേടിച്ചു വിറച്ച് വയലിൻ അവിടെ തന്നെ വെച്ചിട്ട് മുറിക്ക് പുറത്തേക്ക് ഓടി. വിറയ്ക്കുന്ന നെഞ്ചുമായി അവൾ താഴെ യശോദാമ്മയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മേ, ഞാൻ ആ വയലിനൊന്ന് തൊട്ടുപോയി. എന്നെ കൊല്ലാൻ വരുന്നത് പോലെ തോന്നി. എന്തിനാ അമ്മേ ആ പഴയ ഉപകരണം ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത്? യശോദാമ്മ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. അവരുടെ മുഖത്ത് പഴയൊരു ഓർമ്മയുടെ വേദന പടർന്നു. അവർ മീനുവിനെ ചേർത്ത് പിടിച്ച് വരാന്തയിലെ തൂണിൽ ചാരി നിന്നു. അവൻ ആ വയലിൻ വെറുമൊരു ഉപകരണമല്ല, അവൻ്റെ അച്ഛൻ്റെ അവസാന ശ്വാസമാണ്. പണ്ട് ഇത് വയലിനിൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു മിടുക്കനായിരുന്നു. അച്ഛനായിരുന്നു അവൻ്റെ വലിയ ആരാധകൻ. ഒരു ദിവസം വലിയൊരു കച്ചേരി കേൾക്കാനായി അച്ഛനും മകനും കൂടി പോവുകയായിരുന്നു. റെയിൽവേ ക്രോസ് മുറിച്ച് കടക്കുമ്പോൾ യദുവിൻ്റെ കാല് പാളത്തിൽ കുടുങ്ങിപ്പോയി.
ട്രെയിൻ തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. മകന്റെ മരണം ഉറപ്പാണെന്ന് കണ്ടപ്പോൾ ആ അച്ഛൻ തന്റെ സർവ്വശക്തിയും എടുത്ത് യദുവിനെ ദൂരേക്ക് തള്ളിയിട്ടു. യദു ദൂരെയുള്ള മണ്ണിലേക്ക് തെറിച്ചു വീണു. അപ്പോഴും അവന്റെ കയ്യിൽ ആ വയലിൻ പെട്ടി മുറുകെ പിടിച്ചിരുന്നു. പക്ഷേ അവന്റെ അച്ഛന് മാറാൻ കഴിഞ്ഞില്ല. കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ എല്ലാം തീർന്നു. മീനു അമ്പരപ്പോടെ അമ്മയെ നോക്കി. തൻ്റെ കൺമുന്നിൽ അച്ഛൻ ചിതറിപ്പോകുന്നത് കാണേണ്ടി വന്ന ഒരു മകന്റെ അവസ്ഥ അവൾക്ക് ചിന്തിക്കാൻ പോലുമായില്ല. യശോദാമ്മ നെഞ്ചിടിപ്പോടെ വീണ്ടും തുടർന്നു. അന്ന് ആ പാളത്തിൽ വീണ് കിടന്ന വയലിനാണിത്. അച്ഛൻ്റെ ചോര പുരണ്ട ആ വയലിൻ പെട്ടി കണ്ടപ്പോൾ മുതൽ അവൻ അത് വായിക്കുന്നത് നിർത്തി. പക്ഷേ അതാർക്കും വിട്ടുകൊടുക്കുകയില്ല. ഓരോ തവണ അതിൽ തൊടുമ്പോഴും അച്ഛൻ്റെ ആ അവസാന നിലവിളി അവൻ്റെ കാതുകളിൽ മുഴങ്ങും. അതുകൊണ്ടാണ് മോളെ അവൻ ഇങ്ങനെയൊക്കെ ആകുന്നത്. യശോദാമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ മീനുവിൻ്റെ ഉള്ളിൽ ഭയം സഹതാപമായി മാറി. താൻ കണ്ട ആ അക്രമിക്ക് പിന്നിൽ തകർന്നടിഞ്ഞ ഒരു മകൻ്റെ ഹൃദയമുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. യദുവിനെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ വയലിൻ തന്നെ വീണ്ടും ശബ്ദിക്കണമെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. മീനു പതിയെ യദുവിനോട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആദ്യമൊക്കെ അവൻ ഒഴിഞ്ഞു മാറിയെങ്കിലും അവളുടെ സ്നേഹത്തിനു മുന്നിൽ അവൻ്റെ മൗനം പതുക്കെ അലിഞ്ഞു തുടങ്ങി. ഒരു സായാഹ്നത്തിൽ തോട്ടത്തിലെ ബെഞ്ചിലിരിക്കുന്ന യദുവിൻ്റെ അടുത്തേക്ക് മീനു ചെന്നു. ഏട്ടാ, നമുക്കൊന്ന് പുറത്തു പോയാലോ? എപ്പോഴും ഈ മുറിക്കുള്ളിൽ തന്നെ ഇരുന്നാൽ ശരിയാവില്ല. ഇന്ന് എൻ്റെ കൂടെ ഒന്ന് വരണം. എനിക്കൊരു വലിയ ആഗ്രഹം തോന്നിയതുകൊണ്ടാ. യദു ആദ്യം വിസമ്മതിച്ചെങ്കിലും മീനുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ സമ്മതിച്ചു. അവർ കാറിൽ നഗരത്തിന് പുറത്തുള്ള ഒരു ഓപ്പൺ ഗ്രൗണ്ടിലേക്ക് പോയി. അവിടെ വലിയൊരു ജനക്കൂട്ടമുണ്ട്. വയലിനിസ്റ്റ് ഗംഗയുടെ ഫ്യൂഷൻ മ്യൂസിക് പ്രോഗ്രാം നടക്കുകയാണ്. യദുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അപ്രതീക്ഷിത യാത്രയായിരുന്നു. സംഗീതം അവനിൽ വല്ലാത്തൊരു വെപ്രാളമുണ്ടാക്കുമെന്ന് മീനു ഭയന്നിരുന്നു. പക്ഷേ ദൂരെ നിന്ന് കേട്ട ആ വയലിൻ നാദം അവൻ്റെ ഉള്ളിൽ പുതിയൊരു തരംഗമുണ്ടാക്കി. സ്റ്റേജിന് മുന്നിലെ തിരക്കിൽ നിന്ന് മാറി മീനു അവനെ അല്പം അകലെയുള്ള ഒരു ഭാഗത്ത് കൊണ്ടുപോയി നിർത്തി. സ്റ്റേജിൽ വയലിനിസ്റ്റ് ഗംഗ തൻ്റെ വശ്യമായ ശൈലിയിൽ വയലിൻ വായിച്ചു. വയലിൻ്റെ ഓരോ സ്വരവും യദുവിൻ്റെ ഹൃദയമിടിപ്പിനൊപ്പം താളമിട്ടു. ആളുകൾ ആവേശത്തോടെ കൈയടിക്കുന്നു. മീനു യദുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. നോക്കൂ, സംഗീതം എത്ര മനോഹരമാണല്ലേ. അതൊരിക്കലും വേദനിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. ലോകത്തെ ഏറ്റവും വലിയ മുറിവുകൾ പോലും ഉണക്കാൻ അതിന് കഴിയും. യദു വിസ്മയത്തോടെ സ്റ്റേജിലേക്ക് നോക്കി നിന്നു. അവൻ്റെ വിരലുകൾ അറിയാതെ ചലിക്കുന്നുണ്ടായിരുന്നു. ആ ചലനം ഒരു വയലിൻ വായിക്കുന്നത് പോലെയായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ഭയത്തിന് പകരം ഒരു പ്രത്യേക തിളക്കം വന്നു. താൻ ഇത്രയും കാലം ഭയന്നിരുന്ന ആ ശബ്ദം സത്യത്തിൽ ഇത്ര സുന്ദരമായിരുന്നോ എന്ന് അവൻ ചിന്തിച്ചു. ഗംഗയുടെ വിരലുകൾ വയലിൻ തന്ത്രികളിൽ പറക്കുമ്പോൾ യദുവിൻ്റെ ഉള്ളിലെ ഇരുട്ട് മാറുകയായിരുന്നു. അച്ഛൻ്റെ അപകടം ഒരു വേദനയായിരുന്നെങ്കിൽ അതേ അച്ഛൻ തനിക്ക് പകർന്നു തന്ന സംഗീതം ഒരനുഗ്രഹമാണെന്ന് അവൻ തിരിച്ചറിയുന്ന നിമിഷമായിരുന്നു അത്. ആ പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ യദുവിൻ്റെ മുഖത്ത് മീനു കണ്ടത് മാസങ്ങൾക്ക് ശേഷമുള്ള ആ ആദ്യത്തെ പുഞ്ചിരിയായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ മഹാലക്ഷ്മി നിലയം ഉറങ്ങുകയായിരുന്നു. ജനാലയിലൂടെ അരിച്ചെത്തുന്ന നിലാവെളിച്ചം യദുവിൻ്റെ മുറിയെ പ്രകാശഭരിതമാക്കി. ഗംഗയുടെ വയലിൻ നാദം ഇപ്പോഴും യദുവിൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. അവൻ പതിയെ തൻ്റെ മേശപ്പുറത്തിരിക്കുന്ന ആ വയലിൻ പെട്ടിക്കടുത്തേക്ക് നീങ്ങി. വിറയ്ക്കുന്ന കൈകളോടെ യദു ആ പെട്ടി തുറന്നു. വർഷങ്ങളായി ശബ്ദിക്കാത്ത ആ വയലിൻ നിലാവിൽ വെട്ടിത്തിളങ്ങി. മീനു കട്ടിലിൽ കിടന്ന് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ശ്വാസം പോലും നിലച്ചതുപോലെ തോന്നി. അവൾ ആഗ്രഹിച്ച മാറ്റം അവൻ്റെ മുന്നിൽ സംഭവിക്കുകയാണ്. യദു പതിയെ വയലിനെടുത്ത് തൻ്റെ തോളോട് ചേർത്ത് വെച്ചു. ഏട്ടാ, ആ തന്ത്രികളിൽ ഒന്ന് തൊടൂ. ആ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ട് ഈ വീട്ടിൽ. ഭയപ്പെടരുത്. മീനു അവനു വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ വയലിൻ കയ്യിലെടുത്തു. ആദ്യമൊന്ന് മടിച്ചെങ്കിലും അവൻ്റെ കണ്ണുകൾ മുറുക്കെ അടച്ചു. പതുക്കെ വയലിൻ തന്ത്രികളിൽ വില്ല് ചലിപ്പിച്ചു. അല്പം വിറയലോടെയാണെങ്കിലും
ഒരു മനോഹരമായ സ്വരം ആ മുറിയിൽ മുഴങ്ങി. വർഷങ്ങൾക്ക് ശേഷം ആ മുറിയിൽ സംഗീതം തിരികെ എത്തിയിരിക്കുന്നു. ആ ആദ്യത്തെ നാദമുയർന്നപ്പോൾ യദുവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങി. അത് വേദനയുടേതായിരുന്നില്ല, മറിച്ച് ഉള്ളിൽ കെട്ടിക്കിടന്ന ഭാരമൊഴിഞ്ഞുപോയതിൻ്റെ ആശ്വാസമായിരുന്നു. അവൻ പതുക്കെ ഒരു രാഗം വായിക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് താഴെ ഉറങ്ങുകയായിരുന്ന യശോദാമ്മ ഞെട്ടിയുണർന്നു. അവർ ഓടി മുകളിൽ വന്നു. തൻ്റെ മകൻ വയലിൻ വായിക്കുന്നത് കണ്ടപ്പോൾ അവർ വിശ്വസിക്കാനാവാതെ വാവൊത്തി കരഞ്ഞുപോയി. ഇത്രയും കാലം ആ പെട്ടി ഒരു ശവപ്പെട്ടി എന്നോണം അവനെ ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് അതിനുള്ളിൽ തടവിലാക്കപ്പെട്ട തൻ്റെ അച്ഛൻ്റെ സ്വപ്നങ്ങളെ മോചിപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചു. യദു വായന നിർത്തി മീനുവിനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ നന്ദിയുണ്ടായിരുന്നു. മീനുവിൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അവളുടെ ത്യാഗം വെറുതെ ആയില്ല എന്ന് അവൾക്ക് തോന്നി. ആ വലിയ വീട്ടിലെ ഇരുട്ട് പതുക്കെ മാറിത്തുടങ്ങുകയായിരുന്നു. മീനുവിൻ്റെ പഴയ വീട് ഇപ്പോൾ ആകെ മാറിയിരിക്കുന്നു. ഓടുമേഞ്ഞ ആ ചെറിയ വീട് പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിരിക്കുന്നു. ഉമ്മറത്ത് ദാമോദരൻ ഇരിക്കുന്നു. ആ തളർച്ചയൊന്നുമില്ലാതെ ആരോഗ്യവാനായി അദ്ദേഹം പത്രം വായിക്കുകയാണ്. കാലം അതിൻ്റെ മുറിവുകൾ ഓരോന്നായി ഉണക്കുകയായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അച്ഛൻ പൂർണ്ണ ആരോഗ്യവാനായി മടങ്ങി വന്നു. മീനു എടുത്ത ആ വലിയ തീരുമാനം ആ കുടുംബത്തിൻ്റെ തലവര തന്നെ മാറ്റിമറിച്ചു. പട്ടിണിയും പരിവട്ടവും ആ പടിയിറങ്ങി പോയിരിക്കുന്നു. മീനുവിൻ്റെ അനിയത്തിമാരിൽ ഒരാൾ തൻ്റെ പഠനം മികച്ച രീതിയിൽ പൂർത്തിയാക്കി. ഇന്നവൾ കൊച്ചിയിലെ ഒരു പ്രമുഖ IT കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. വീടിൻ്റെ സാമ്പത്തിക ഭാരം അവൾ കൂടി ഏറ്റെടുത്തതോടെ ദേവിയമ്മയുടെ മുഖത്തെ ആദി പൂർണ്ണമായും ഒഴിഞ്ഞു. മറ്റൊരനിയത്തിയുടെ കല്യാണവും തീരുമാനിച്ചിട്ടുണ്ട്. അനിയത്തിയുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകാൻ എല്ലാവരും തയ്യാറെടുക്കുകയാണ്. യശോദാമ്മയും മീനുവും ഉമ്മറത്ത് നിൽക്കുകയാണ്. പക്ഷേ യദു മുറിക്കുള്ളിൽ തന്നെ ഇരുന്നു. എത്ര നിർബന്ധിച്ചിട്ടും അവൻ പുറത്തിറങ്ങാൻ കൂട്ടാക്കിയില്ല. യദു വയലിൻ വായിക്കാൻ തുടങ്ങിയെങ്കിലും വീടിൻ്റെ 4 ചുവരുകൾക്ക് പുറത്തുള്ള ലോകത്തെ അഭിമുഖീകരിക്കാൻ അവൻ ഭയപ്പെട്ടിരുന്നു. ആളുകളുടെ നോട്ടവും അടക്കം പറച്ചിലുകളും അവനെ വല്ലാതെ തളർത്തി. ഒടുവിൽ അമ്മയും മീനുവും ചേർന്ന് കല്യാണ ഡ്രസ്സ് എടുക്കാൻ തീരുമാനിച്ചു. മീനുവിൻ്റെ വീട്ടുകാരോടൊപ്പം അമ്മയും മീനുവും മാത്രമാണ് പോയത്. പക്ഷേ മകൻ കൂടെ ഇല്ലാത്തതിൻ്റെ വിഷമം യശോദാമ്മയുടെ മുഖത്ത് നിഴലിച്ചിരുന്നു. മീനുവും യദുവും തങ്ങളുടെ മുറിയിൽ വിവാഹത്തിന് വാങ്ങിയ വസ്ത്രങ്ങൾ മീനു യദുവിനെ കാണിച്ചു. അവൻ കട്ടിലിൽ നിശബ്ദനായിരിക്കുകയാണ്. മീനു പതുക്കെ അവൻ്റെ അരികിലിരുന്നു. ഏട്ടാ, അമ്മ ഇന്ന് ഒരുപാട് സങ്കടപ്പെട്ടു. കൂടെ വരാൻ ഏട്ടൻ തയ്യാറാകാത്തത് അമ്മയെ വല്ലാതെ തളർത്തുന്നുണ്ട്. എത്ര കാലം ഇങ്ങനെ പുറം ലോകത്തെ പേടിച്ചിരിക്കും? ആരും ഒന്നും പറയില്ലേട്ടാ. എല്ലാവരും ഏട്ടൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കേട്ട് യദു മുഖം താഴ്ത്തിയിരുന്നു. എനിക്ക് പേടിയാണ് മീനു. പുറത്തിറങ്ങിയാൽ എല്ലാവരും എന്നെ ഒരു ഭ്രാന്തനെ പോലെ നോക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. മീനു അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. ഏട്ടൻ ഭ്രാന്തനല്ല, അത് ഏട്ടൻ്റെ മനസ്സിന് പറ്റിയ ഒരു മുറിവായിരുന്നു. ഈ വീടിൻ്റെയും അവിടുത്തെ ബിസിനസ്സിൻ്റെയും ഉത്തരവാദിത്വം ഇനി ഏട്ടൻ ഏറ്റെടുക്കണം. എനിക്ക് വേണ്ടിയല്ലെങ്കിലും ആ പാവം അമ്മയ്ക്ക് വേണ്ടി ഏട്ടൻ ഇത് ചെയ്തേ പറ്റൂ. ഞാൻ കൂടെ ഉണ്ടാകും. മീനുവിൻ്റെ വാക്കുകൾ യദുവിൽ വലിയ സ്വാധീനം ചെലുത്തി. അടുത്ത ദിവസം രാവിലെ മീനു നൽകിയ പുതിയ ഷർട്ട് ധരിച്ച് യദു കണ്ണാടിക്ക് മുന്നിൽ നിന്നു. അവൻ്റെ മുഖത്ത് ഒരു പുതിയ നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം യദു ആ വീടിൻ്റെ പുറത്തിറങ്ങി. തൻ്റെ അച്ഛൻ പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് അവൻ കാലെടുത്തു വെച്ചു. ആദ്യമൊക്കെ ആളുകളോട് സംസാരിക്കാൻ ചെറിയ മടി തോന്നിയെങ്കിലും മീനുവിൻ്റെ സാമീപ്യം അവന് ധൈര്യം നൽകി. അവൻ പതുക്കെ കാര്യങ്ങൾ പഠിച്ചെടുത്തു. ആളുകളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. മഹാലക്ഷ്മി നിലയത്തിൽ ഇപ്പോൾ ചിരിയും ബഹളവുമാണ്. യദു ഓഫീസിൽ നിന്ന് വരുമ്പോൾ മീനു ചായയുമായി ഉമ്മറത്തേക്ക് വന്നു. അവർ തമ്മിലുള്ള ആത്മബന്ധം പഴയതിനേക്കാൾ ശക്തമായിരുന്നു. അവർ തമ്മിലുള്ള അപരിചിതത്വം മാറി. ആ മുറിയിൽ ഇപ്പോൾ സ്നേഹത്തിൻ്റെ പുതിയൊരു ഗന്ധം നിറഞ്ഞു നിന്നു. യശോദാമ്മ നിറഞ്ഞ സംതൃപ്തിയോടെ അവരെ നോക്കി നിന്നു. എൻ്റെ വീട് വീണ്ടും സ്വർഗമായി. മീനു, നീയാണ് ഈ വീടിൻ്റെ ഐശ്വര്യം. അങ്ങനെ മീനുവിൻ്റെ അനിയത്തിയുടെ വിവാഹ ദിവസം വന്നെത്തി. ബന്ധുക്കളും സുഹൃത്തുക്കളും നിറഞ്ഞ ആഘോഷം. എല്ലാവർക്കും ഒപ്പം ചിരിച്ചും കളിച്ചും ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന യദുവിനെ കണ്ട് പലരും അത്ഭുതപ്പെട്ടു. ആ മുറിക്കുള്ളിൽ ഭയത്തിൻ്റെ തടവുകാരനായിരുന്ന യദു ഇന്ന് ഈ വീടിൻ്റെ നെടുന്തൂണായി മാറി. സന്തോഷം നിറഞ്ഞ ആ നിമിഷങ്ങൾക്കിടയിലാണ് അപ്രതീക്ഷിതമായി അത് സംഭവിച്ചത്. സദ്യ കഴിക്കാനായി ഇരുന്നതായിരുന്നു മീനു. പെട്ടെന്ന് അവളുടെ കയ്യിലെ ഉരുള താഴെ വീണു. അവൾ തലകറങ്ങി അടുത്തുണ്ടായിരുന്ന യദുവിൻ്റെ തോളിലേക്ക് ചരിഞ്ഞു. പരിഭ്രാന്തനായ യദു അവളെ എടുത്തുയർത്തി കാറിലേക്ക് ഓടി. ആശുപത്രിയിൽ ഉത്കണ്ഠയോടെ കാത്തു നിൽക്കുന്ന യദുവും യശോദാമ്മയും. ഡോക്ടർ പുഞ്ചിരിയോടെ പുറത്തേക്ക് വന്നു. പേടിക്കാൻ ഒന്നുമില്ല യദു, നിങ്ങളൊരു അച്ഛനാകാൻ പോവുകയാണ്. മീനു ഗർഭിണിയാണ്, അതിൻ്റെ ക്ഷീണമാണ്. യദുവിൻ്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണുനീർ ഒഴുകി. അവൻ ഓടി മീനുവിൻ്റെ അരികിലെത്തി അവളുടെ കൈകളിൽ ചുംബിച്ചു. താൻ കാണുന്ന സ്വപ്നങ്ങൾക്കും അപ്പുറത്തുള്ള ലോകത്താണ് താനെന്ന് അവന് തോന്നി. രാത്രിയിലെ റിസപ്ഷൻ വേദി.
മനോഹരമായ വിളക്കുകൾക്ക് താഴെ യദു മൈക്ക് കയ്യിലെടുത്തു. അവൻ്റെ ശബ്ദത്തിൽ ഇപ്പോൾ വല്ലാത്തൊരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് മറ്റൊരു സന്തോഷം കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ട്. എൻ്റെ മീനു, അവൾ ഒരമ്മയാകാൻ പോവുകയാണ്. ഞങ്ങൾക്കിടയിലേക്ക് ഒരു പുതിയൊരു അതിഥി കൂടി വരികയാണ്. സദസ്സ് കയ്യടികളാൽ നിറഞ്ഞു. എല്ലാവരും സന്തോഷം പങ്കുവച്ചു. അപ്പോഴാണ് സദസ്സിൽ നിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചത്, യദുവിൻ്റെ ഒരു വയലിൻ കച്ചേരി കൂടി കേൾക്കാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ. മറ്റുള്ളവരും അത് ഏറ്റുപിടിച്ചു. യദു ഒരു നിമിഷം മീനുവിനെ നോക്കി. അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. യാതൊരു സങ്കോചവുമില്ലാതെ 100 കണക്കിന് ആളുകൾക്ക് മുൻപിൽ അവൻ തൻ്റെ വയലിൻ കയ്യിലെടുത്തു. വിരലുകൾ തന്ത്രികളിൽ തൊട്ടപ്പോൾ സംഗീതം ഒഴുകാൻ തുടങ്ങി. അതൊരു പ്രായച്ചിത്തമായിരുന്നു. തൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ അവൻ ആത്മാവ് തൊട്ട് വായിച്ചു. ആ സംഗീതം വായുവിൽ അലിഞ്ഞു ചേരുമ്പോൾ മീനുവിൻ്റെ അച്ഛനും അമ്മയും നിറഞ്ഞ കണ്ണുകളോടെ പരസ്പരം നോക്കി. അന്ന് മകളെ ആ വീട്ടിലേക്ക് അയക്കാനെടുത്ത തീരുമാനം തെറ്റിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. മീനുവിൻ്റെ ത്യാഗത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ പ്രതിഫലമായിരുന്നു ആ സംഗീതം. സംഗീതത്തിൽ ലയിച്ച് മീനു കണ്ണുകൾ അടച്ചു നിന്നു. അവളുടെ ചുണ്ടിൽ ഒരു തൃപ്തിയുടെ പുഞ്ചിരിയുണ്ട്. യശോദാമ്മ ആനന്ദ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവരെ നോക്കി നിന്നു. സ്നേഹത്തേക്കാൾ വലിയൊരു മരുന്നും ത്യാഗത്തേക്കാൾ വലിയൊരു വിജയവും ഈ ലോകത്തിലില്ല. ജീവിതം തളർത്താൻ നോക്കുമ്പോഴും തളരാതെ നിന്ന മീനുവിനെയും സംഗീതം കൊണ്ട് തൻ്റെ മുറിവുകളെ ഉണക്കിയ യദുവിനെയും കാലം ഒടുവിൽ ചേർത്ത് പിടിച്ചു. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാനല്ല, മറിച്ച് മറ്റൊരാൾക്ക് വെളിച്ചമാകാൻ ശ്രമിച്ചാൽ വിധി പോലും നമുക്ക് മുന്നിൽ വഴിമാറും എന്നതിന് തെളിവാണ് ഇവരുടെ ജീവിതം. ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ഹൃദയസ്പർശിയായ കഥകൾക്കും ജീവിത പാഠങ്ങൾക്കുമായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി അറിയിക്കുമല്ലോ. മറ്റൊരു മനോഹരമായ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.